ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. നമുക്കിന്ന് പെയ്ഡ് ഗ്രൂപ്പിനും ഫ്രീ ഗ്രൂപ്പിനും പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ പെയ്ഡ് ഗ്രൂപ്പിൽ കയറിയിരിക്കുന്ന ആൾക്കാരും ഫ്രീ ഗ്രൂപ്പിൽ കയറിയിരിക്കുന്ന ആൾക്കാരും നമ്മുടെ തിയറി, അതായത് നമ്മുടെ ടെക്നിക്ക്, നമ്മുടെ സെറ്റപ്പ് എന്താണെന്ന് നിങ്ങൾ പഠിക്കുക. ഫസ്റ്റ് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചിട്ട് വേണം പെയ്ഡ് ഗ്രൂപ്പിൽ ജോയിൻ ആവാൻ, അല്ലെങ്കിൽ ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ആവാൻ. അതല്ലാണ്ട് പഠിക്കാണ്ട് നിങ്ങൾ ഞാൻ തരുന്ന ട്രേഡുകൾ എടുത്തിട്ട് കാര്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല എങ്ങനെയാണ് അതിൻ്റെ ബൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് സെല്ല് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എൻ്റെ എക്സൽ ഇടേണ്ടത്. ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പിന്നെ നമ്മളൊപ്പം ട്രേഡ് ചെയ്യുന്നതിൽ കാര്യമില്ല. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ മിക്ക വീഡിയോസ് ഒന്ന് കാണുക, എൻ്റെ പ്രീവിയസ് വീഡിയോസ് കാണുക. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. എനിക്ക് വ്യൂസ് കയറ്റാൻ വേണ്ടി പറയണതല്ല, മാക്സിമം അത് കണ്ടിട്ട് നിങ്ങൾ കയറുക. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടതെന്ന്. നിങ്ങൾ കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോസ് കുറേ വരും. നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, എന്നാലാണ് നിങ്ങൾക്ക് ലോസ് കുറച്ചിട്ട് പ്രോഫിറ്റിനെ കൂട്ടാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അതാണ് നമ്മുടെ സ്ട്രാറ്റജിയുടെ ഒരു ഗുണം. നിങ്ങൾ കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോസ് കുറേ വരും. കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ, അതായത് 50-50 പഠിച്ചു കഴിക്കില്ലേ കുറേ ആൾക്കാർ, അവരുടെ കാര്യം പറയണത്. അങ്ങനത്തെ ആൾക്കാർക്ക് ലോസ് കുറച്ച് വരും. നന്നായിട്ട് പഠിച്ച് ഒരു 100% നമ്മുടെ സ്ട്രാറ്റജി മനസ്സിലാക്കി വരുന്ന ആൾക്കാർക്ക് ലോസ് കുറവേ വരുള്ളൂ, പ്രോഫിറ്റ് നല്ല രീതിക്ക് വരികയും ചെയ്യും. അത് ഞാൻ എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മുടെ എസ് എൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ ഒരു പ്രോഫിറ്റ് കൊണ്ട് തന്നെ നമുക്ക് അതിനെ റിക്കവർ ആക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സ്ട്രാറ്റജി ബിൽഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ സ്ട്രാറ്റജിയിലേക്ക് നിങ്ങളും വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ട്രേഡ് എടുക്കാം. ഇന്നത്തെ മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് വോളാറ്റിലിറ്റി കൂടുതലുള്ള മാർക്കറ്റായിരുന്നു. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഹൈ വോളാറ്റിലിറ്റി ആയിരുന്നു, ഒന്ന് ഹൈ മൊമെൻ്റ് ആയിരുന്നു. നമുക്ക് പക്ഷേ എല്ലാ ഭാഗത്തും നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും കേട്ടോ. നമുക്കിപ്പോൾ ഏത് വോളാറ്റിലിറ്റി ആണെങ്കിലും ഏത് കോറിലേഷൻ ഇല്ലെങ്കിലും നമുക്ക് ട്രേഡ് കിട്ടും, പ്രോഫിറ്റും ഉണ്ടാവും. ഞാൻ നമ്മുടെ ഫ്രീ ഗ്രൂപ്പിലും പെയ്ഡ് ഗ്രൂപ്പിലും പുതിയൊരു ചലഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ചലഞ്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ട്രൈക്കുകളൊക്കെ ഈ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ട്രൈക്കുകൾ നിങ്ങൾ കൊണ്ടുവരിക എൻ്റെ അടുത്തേക്ക്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ട്രൈക്കുകൾ, അതായത് ബാങ്ക് നിഫ്റ്റിയിൽ മാത്രമാണ് ചെയ്യണത്, ബാങ്ക് നിഫ്റ്റിയിലും. അപ്പോൾ സ്ട്രൈക്കുകളുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ ദ മണി ഔട്ട് ഓഫ് ദ മണി നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കൊണ്ടുവരാം. ഇനിയിപ്പോൾ ജാക്ക് പോട്ടാണ് നിങ്ങൾക്ക് വേണ്ടത്, അങ്ങനത്തെ അത്രയും വില കുറവുള്ള സ്ട്രൈക്കാണെന്ന് വെച്ചാൽ അതും കൊണ്ടുവരാം. നിങ്ങൾക്ക് ഏത് സ്ട്രൈക്ക് കൊണ്ടുവന്നാലും പ്രശ്നമില്ല. നിങ്ങൾക്ക് സ്ട്രൈക്ക് കൊണ്ടുവരാം, ഞാൻ അതിൻ്റെ പ്രൈസ് പറഞ്ഞു തരും. മനസ്സിലായില്ലേ? എവിടെയാണ് ബൈ ചെയ്യേണ്ടതെന്നാണ് ഞാൻ അതിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ സ്ട്രൈക്ക് കൊണ്ടുവരിക, ഞാൻ ബൈ ചെയ്യേണ്ട പ്രൈസ് പറഞ്ഞു തരും. അവിടെ എത്തുമ്പോൾ നമ്മുടെ കണ്ടീഷൻ ബൈയേഴ്സ് ലോസ് ചെയ്ത് സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്യണം. കണ്ടീഷൻ വരുമ്പോൾ നിങ്ങൾ എൻട്രി എടുക്കുക. അതാണ് നമ്മുടെ പുതിയൊരു ഇന്നോവേഷൻ. ഇത് നിങ്ങളാണ് കൊണ്ടുവരുന്നത് സ്ട്രൈക്ക്. അപ്പോൾ നിങ്ങൾക്കും കൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണത്. ഇന്ന് നമ്മൾ അതിനോടനുബന്ധിച്ച് ഞാനത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രീ ഗ്രൂപ്പിലും പെയ്ഡ് ഗ്രൂപ്പിലും. കുറേ മെമ്പേഴ്സ് എനിക്ക് DM ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അത്യാവശ്യം ഒരു 50 to 100 പോയിൻറ്റിൻ്റെ ഉള്ളിൽ നിഫ്റ്റിയിൽ കിട്ടിയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി അധികം ആൾക്കാർ ചോദിച്ചിട്ടില്ലേ, അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റി ഞാൻ പറയണില്ല. നമ്മൾ പക്ഷേ ചെയ്യണത് ബാങ്ക് നിഫ്റ്റിയാണ്, അത് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സംഭവം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ ബാക്കി കാര്യങ്ങൾ നമ്മൾ അറിയിക്കും അതിനെ കുറിച്ചിട്ട് കേട്ടോ. മെയിനായിട്ട് ഞാൻ ചലഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളും ഈ ട്രേഡിങ് പഠിക്കുക എന്നുള്ളൊരു സെറ്റപ്പാണ്. മനസ്സിലായില്ലേ? നിങ്ങൾക്കും ട്രേഡിങ് ഈസി ആയിട്ട് പഠിക്കാം. വെറുതെ ഞാൻ തന്നെ കോഴ്സ് മാത്രം നോക്കി ഇരിക്കല്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതിലൊരു സ്റ്റഡി കൂടിയുണ്ട്, സ്റ്റഡി പർപ്പസും കൂടി ഉണ്ട്. അത് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് അറിയാമല്ലോ, എഡ്യൂക്കേഷൻ പർപ്പസ് ചാനലാണ്. അപ്പോൾ അവിടെ എങ്ങനെയൊക്കെ ഒരു എഡ്യൂക്കേഷൻ കൊണ്ടുവരാമെന്നാണ് ഞാൻ ചിന്തിക്കണത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്. ഞാനെങ്ങനെ പ്രൈസ് എടുക്കണു, അത് നിങ്ങൾക്ക് എങ്ങനെ അത് യൂസ് ആവണം, നിങ്ങൾക്ക് സ്വയമായിട്ട് നിങ്ങൾക്കൊരു സ്ട്രൈക്ക് എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതൊരു സ്റ്റഡിയാണ് അത്. അപ്പോൾ നിങ്ങളും നന്നായിട്ട് പഠിക്കും, നിങ്ങൾക്കൊരു ഫിയർ മാറി കിട്ടും. അങ്ങനത്തെ കുറേ പോസിബിലിറ്റീസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക. മനസ്സിലായില്ലേ? നമ്മുടെ സ്ട്രൈക്കുകൾ ഞാൻ എങ്ങനെയാണ് പ്രൈസ് സെലക്ട് ചെയ്യണത്, ഞാൻ എങ്ങനെയാണ് സ്ട്രൈക്ക് സെലക്ട് ചെയ്യണത്. ഇനിയിപ്പോൾ എൻ്റെ സ്ട്രൈക്കല്ല നിങ്ങളുടെ സ്ട്രൈക്ക് ആണെങ്കിൽ അങ്ങനെ നിങ്ങൾ സ്ട്രൈക്ക് സെലക്ട് ചെയ്ത് ഞാൻ എങ്ങനെയാണ് അതുമ്പോൾ പ്രൈസ് കണ്ടുപിടിച്ചേക്കണത്. ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അത് ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ഈ ചലഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നിങ്ങൾ കൂടി പാർട്ടായിട്ടുള്ളൊരു പരിപാടിയാണത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രീ ഗ്രൂപ്പ്. നിങ്ങൾക്ക് ഫസ്റ്റ് ഞാനിപ്പോൾ ട്രേഡിലേക്കൊക്കെ പോകണതിന് മുമ്പ് നിഫ്റ്റിയുടെ സ്പോട്ട് ചാർട്ട് ഒന്ന് കാണിച്ചു തരാം. അതിൻ്റെ ഒരു മൂവ്മെൻറ്റ്, ഇന്നത്തെ വോളാറ്റിലിറ്റി എന്തോരുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. എന്നാലാണ് നമുക്ക് ഞാൻ പറഞ്ഞ ട്രേഡുകൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് ഇത്രയും പ്രോഫിറ്റ് വരുന്നത് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് നിഫ്റ്റിയുടെ സ്പോട്ട് ചാർട്ട് ഒന്ന് കാണാം. ഓക്കെ, ഇതാണ് നിഫ്റ്റിയുടെ ഞാൻ രാവിലെ കൊടുത്ത ലെവൽസ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതാണ് നിഫ്റ്റി ലെവൽസ്. എങ്ങനെയാണ് നമ്മുടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെയും
എങ്ങനെയാണ് വർക്ക് ചെയ്തേക്കണത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. ഫ്രീ ഗ്രൂപ്പിലും പെയ്ഡ് ഗ്രൂപ്പിലും ഞാൻ ഇത് വെറുതെ തന്നെ ലെവൽസ് അല്ല, നിങ്ങൾ ഈ ലെവൽസ് നിങ്ങളുടെ ട്രേഡിംഗ് വ്യൂ ആപ്പിലോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാർക്ക് ചെയ്തിടുക. അവിടുത്തെ എങ്ങനെയാണ് പെർഫോമൻസ് നിങ്ങൾ നോക്കുക. 21-ാം തീയതിയാണ് ഇന്ന്. അപ്പോൾ ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റ് നിങ്ങൾ നോക്കുക. ഇവിടെ വരെ നല്ല വോളാറ്റിലിറ്റി, നമുക്ക് നിഫ്റ്റിയുടെ ഈ ചാർട്ട് കണ്ടാൽ തന്നെ അറിയാം നല്ല വോളാറ്റിലിറ്റി ഉണ്ട് ഇന്ന് മാർക്കറ്റിൽ. പിന്നെ ക്ലോസ് ചെയ്തേക്കുന്നത് നമ്മുടെ ലെവലിൻ്റെ അടിയിലാണ്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് അടിയിലേക്ക് വന്നേക്കണത്. കണ്ടില്ലേ, നമ്മുടെ ലെവൽസ് നന്നായിട്ട് റെസ്പെക്റ്റ് ചെയ്തിട്ട് തന്നെയാണ് മാർക്കറ്റ് വന്നേക്കണത്. അപ്പോൾ അത്രയും റെസ്പെക്റ്റ് കിട്ടണ ലെവൽസാണ് ഞാൻ കൊടുക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഞാനിവിടെ എൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസാണ് അടിപൊളിയെന്ന് തന്നെ ഞാൻ പറയണത് കേട്ടോ. ഞാനൊരു വോളാറ്റിലിറ്റി കാണിക്കാനാണ് ഇത് കാണിച്ചത്, വേറെ ഒന്നുമല്ല. ഇന്നത്തെ ഒരു വോളാറ്റിലിറ്റിയാണ് ഇത് കാണുന്നത് നിങ്ങൾ. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ട്രേഡുകൾ വന്നിട്ടുണ്ട്. നമ്മൾ നോക്കിയിരുന്ന ട്രേഡുകളും ഉണ്ട്. അതായത് നമ്മളെ കൂട്ടാണ്ട പോയിട്ടുള്ള ഭയങ്കര 100 പോയിന്റ് 150 പോയിൻ്റൊക്കെ പോയിട്ടുള്ള കൂട്ടാണ്ട് നമ്മൾക്ക് ട്രേഡ് അവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ നമുക്കൊരു സെല്ലേഴ്സ് സ്കാനിൽ കിട്ടാണ്ട പോലെ ട്രേഡുകളുണ്ട്, കിട്ടിയിട്ട് വന്ന ട്രേഡുകളുണ്ട്. അല്ലാതെ ഞാൻ പറയണമെന്നില്ല. നമുക്ക് ഫ്രീ ഗ്രൂപ്പ് ഉണ്ടായ കാര്യം മാത്രമേ ഞാൻ പറയണുള്ളൂ. പെയ്ഡ് ഗ്രൂപ്പിൽ ഇഷ്ടംപോലെ അങ്ങനെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ചലഞ്ചായിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അതും ഒരു 100-150 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് കിട്ടിയ ട്രേഡുകളായിരുന്നു അതും, മനസ്സിലായില്ലേ. അത് പക്ഷേ ആ ചലഞ്ചിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്കാണ് അത് കിട്ടുക. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഇന്നത്തെ ട്രേഡിക്കൊക്കെ പോകാം. 23,350 C, 23,350 P, 49,400 P, 49,400 C. ഇപ്പോൾ രാവിലെ തന്നെ ഒരു കോറിലേഷൻ ഉണ്ടായിരുന്നില്ലേ മാർക്കറ്റിൽ. അപ്പോൾ ഞാൻ സി സൈഡിലേക്ക് ക്വാണ്ടിറ്റി കുറയ്ക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് സി സൈഡിലേക്ക് ക്വാണ്ടിറ്റി ഇടൽ ഇത്തിരി സീനാണ് ഇന്നത്തെ ദിവസം. അതുകൊണ്ട് സി സൈഡിലേക്ക് ഞാൻ ക്വാണ്ടിറ്റി കുറയ്ക്കാൻ പറഞ്ഞു രാവിലെ കേട്ടോ, ഒരു 9:25-ന്. റിസ്ക് എൻട്രീസ് ആണെന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 9:30 കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പറഞ്ഞു, 9:45 ആയപ്പോൾ ഞാൻ പറഞ്ഞു സി സൈഡിക്കാണെങ്കിലും പി സൈഡിക്കാണെങ്കിലും ഫുൾ ക്വാണ്ടിറ്റിയാണ് എൻട്രി. കറക്റ്റായിട്ട് കേൾക്കുക കേട്ടോ, ഫുൾ ക്വാണ്ടിറ്റിയാണ് എൻട്രി എടുക്കേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോറിലേഷനിലാണ്, നിഫ്റ്റിയും ബാങ്ക് കോറിലേഷനിലായി. പിന്നെ നമുക്ക് രണ്ട് സൈഡിക്കും ഫുൾ ക്വാണ്ടിറ്റിയാണ്. അങ്ങനെയാണ് ഒരു ട്രേഡിങ്ങിൻ്റെ സെറ്റപ്പ്. അതുകൊണ്ട് ഒരു സൈഡിക്ക് നമ്മൾ പകുതി ക്വാണ്ടിറ്റി എടുക്കുക, ഒരു ദിവസം ഫുൾ അങ്ങനെ ഇരിക്കാന്നല്ല. കോറിലേഷനിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ക്വാണ്ടിറ്റിയാണ് എല്ലാ സൈഡിക്കും. അതായത് പി സൈഡിക്കും സി സൈഡിക്കും ഫുൾ ക്വാണ്ടിറ്റിയാണ്. പിന്നെ ഇതിൽ നിന്ന് കുറച്ചുണ്ട് ട്രേഡുകൾ. അതായത് 2 ടാർഗറ്റ് ബാങ്ക് നിഫ്റ്റിയിലാണ് മെയിനായിട്ട് കിട്ടിയതെന്ന് രാവിലെ. നിഫ്റ്റിയിൽ നമുക്ക് SL എന്ന് പറയാൻ പറ്റില്ല തന്നെ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനത്തെ ഒരു എൻട്രി ആയിരുന്നു. അത് ഡിസ്കൗണ്ടിൽ എല്ലാവരും കിട്ടുന്ന ഒരു ട്രേഡാണ്. ചിലർക്ക് SL പോവില്ല, ഒരു മിനിമം ഒരു 200 പോയിൻ്റിൽ കിട്ടും നിഫ്റ്റിയിൽ. അങ്ങനത്തെ ഒരു ട്രേഡായിരുന്നു. 150-200 പോയിൻ്റ് ഇടയ്ക്കായിരുന്നു അതിൻ്റെ പ്രോഫിറ്റ് വരിക. പറഞ്ഞിട്ട് കാര്യമില്ലേ, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഫസ്റ്റ് ആക്റ്റീവായ ട്രേഡ് 49,400 PE ആണ്. അതായത് 627 രൂപ 8 കൊടുത്ത ട്രേഡാണ് 49,400 PE. ഇതാണ് ആ ട്രേഡ് 49,400 PE. രാവിലെ കൊടുത്താണ്, 8 കൊടുത്താണ്. നമുക്ക് കാണാം ബയേഴ്സ് ഇവിടെ ക്ലോസ് ചെയ്തു, സെല്ലേഴ്സ് ഇവിടെ വന്നു, ലിമിറ്റ് ഓർഡറിൽ കിട്ടും. ഇത് കറക്റ്റ് നമ്മൾ മനസ്സിലാക്കുക കേട്ടോ. ബയേഴ്സ് ഇവിടെ ക്ലോസ് ചെയ്തു, പിന്നെയും ബയേഴ്സ് ക്ലോസ് ചെയ്തു, സെല്ലേഴ്സ് വന്നു, ലിമിറ്റ് ഓർഡറിൽ വന്നു. ഇനി ഇവിടെ നിർത്താലും SL ഹൈലി പ്രൊട്ടക്റ്റഡ് ആണ് ഈ ട്രേഡ്. ഇത് 100 പോയിൻ്റാണ് ഇതിൽ ക്യാച്ച് ചെയ്തേക്കണത്. എന്നോട് ഇതിൻ്റെ ഒപ്പം പറഞ്ഞു പോകാം. നമുക്ക് 750 ആണ് ഈ സ്ട്രൈക്കിൻ്റെ അടുത്തൊരു ലെവല്. അവിടെ ഉണ്ടായാൽ നമുക്ക് കാണാം ഇത് 100 പോയിൻ്റ് തന്നെയാണ്. അതായത് ബയേഴ്സോടെ ക്ലോസ് ചെയ്തു, സെല്ലേഴ്സോടെ റിജക്റ്റ് ചെയ്തു, ലിമിറ്റ് ഓർഡറിന് ഇതും കിട്ടും. ഇതും 100 പോയിൻ്റ് ഈസി ആയിട്ട് കിട്ടുന്ന ട്രേഡാണ്. സെയിം പ്രൈസിൽ പിന്നെ ആക്റ്റീവായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ ഞാനൊരു ഒരു തിയറി പറഞ്ഞുതരാം കേട്ടോ കറക്റ്റായിട്ട്. അപ്പോൾ നമുക്ക് വൺസ് ഈ സ്ട്രൈക്ക് ഇവിടെ വന്നു, അത് നിങ്ങളോട് ശ്രദ്ധിക്കുക. 21-ാം തീയതി ഈ സ്ട്രൈക്ക് മൂവ് ചെയ്യണത് ഇങ്ങനെയാണ്. മൂവ് ചെയ്ത് നമുക്ക് ഈ പ്രൈസിലെത്തി, നമുക്ക് ടാർഗറ്റ് തന്നോ SL തന്നോ എന്താ വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്ക് ടാർഗറ്റായി ഈ സംഭവം. അപ്പോൾ ഇത് തിരിച്ച് പിന്നെ ഈ പ്രൈസ് ഇതേ ലെവലിൽ 750 എത്തുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റില്ല. അതാണ് ഫസ്റ്റത്തെ ഒരു സംഭവം. ഇവിടെ വരുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ ഇത് തിരിച്ച് കയറുന്ന സമയത്ത് ഈ സംഭവങ്ങളിൽ ഈ തിരിച്ച് കയറുന്ന സമയത്ത് ഈ എൻട്രി നമുക്ക് പോസിബിളാണ്. അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. പ്രൈസ് ആക്ഷൻ്റെ വേറൊരു എൻട്രിയാണത്. നേരെ തിരിച്ച്, അതായത് നമുക്ക് പ്രൈസ് റെക്കഗ്നൈസ് ആയ ലെവലേ ഓൾറെഡി, പക്ഷെ തിരിച്ച് കയറി അതേ പ്രൈസിലേക്ക് പിന്നെയും കയറി സെല്ലേഴ്സ് സ്കാനിൽ കണ്ട് നമുക്കവിടെ മേടിക്കാം. പക്ഷേ എന്ന് വെച്ചാൽ ഇത് എക്സ്ട്രീം കണ്ടീഷനിലുള്ള ബയ്യാണ്, പ്രൈസ് ആക്ഷൻ്റെ വേറൊരു ബയ്യാണത്. പക്ഷേ ഞാനിത് റെക്കമെൻഡ് ചെയ്യണില്ല. നിങ്ങൾക്ക് നല്ല ഹ്യൂജ് പ്രോഫിറ്റ് വരും. പക്ഷേ എന്ന് വെച്ചാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യാത്തൊരു സെക്ഷനാണ്. നമുക്ക് പ്രൈസ് ആക്ഷൻ എൻട്രീസ് ഒരു 3-4 ടൈപ്പ് ഉണ്ട്. ഞാൻ ഒറ്റ എൻട്രിയാണ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നതും ചെയ്യിപ്പിക്കണതും. ഇതിൽ വേറെ എൻട്രി ഉണ്ട്, പക്ഷെ നമ്മളതൊന്നും ചെയ്യണില്ല, അതൊന്നും ഫോക്കസ് ചെയ്യണില്ല. നമുക്ക് ഇത് മാത്രം മതി, ഇതിൽ നല്ല പ്രോഫിറ്റ് വരും. അതാണ് നമുക്ക് ഈ ലെവലിന് ഇത്രയും വലിയൊരു പുഷ് വന്നത്. അതുകൊണ്ടാണ്
ചിലർക്കൊക്കെ തോന്നണം, ചിലപ്പോൾ ഫ്രീ ഗ്രൂപ്പിൽ ഇരിക്കുന്നവർക്ക് തോന്നുന്നുണ്ടാകും, പെയ്ഡ് ഗ്രൂപ്പിൽ ഇരിക്കുന്നവർക്ക് തോന്നുന്നുണ്ടാകും, തിരിച്ചാ വരുന്ന നേരത്ത് ആ പ്രൈസിൽ എടുത്തൂടെ, അത് പിന്നെയും കയറി പോകുന്നുണ്ടല്ലോ നമുക്ക് തോന്നുന്നുണ്ടാവാം. പക്ഷേ അത് സത്യം തന്നെയാണ്. അവിടെ ഒരു എൻട്രി ഉണ്ട്, ഇല്ല ഞാൻ പറയണില്ല, എൻട്രി ഉണ്ട് അവിടെ. പക്ഷേ അതിൻ്റെ പ്രോബിലിറ്റി കുറച്ച് കുറയും. അതായത് നമുക്കൊരു 100% പ്രോബിലിറ്റി ഈ ഒരു ഭാഗത്ത് കിട്ടും. ഈ ഭാഗം എന്ന് പറഞ്ഞാൽ 100% പ്രോബിലിറ്റി ഉള്ള ഭാഗമാണ്. പക്ഷേ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്കൊരു 80% പ്രോബിലിറ്റിയാണ് ഇതിൽ പറയാൻ പറ്റുള്ളൂ ഈ ട്രേഡിൽ. അതാണ് അവിടുത്തെ പ്രശ്നം. അതൊരു പ്രശ്നമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ SL അല്ലാണ്ട് തന്നെ നമുക്ക് SL പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതും വെറുതെ SL കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ടാണ് ഞാൻ വേണ്ടാന്ന് പറയണത്. പിന്നെ നമുക്ക് ആക്റ്റീവായുള്ള റേഡ് 23,350 PE ആണ്. അതായത് 8 കൊടുത്തു തന്നെയാണ് ഇതും 23,350 PE. ഇതിലൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ട്. ഇതിൽ കുറച്ച് ആൾക്കാർക്ക് SL പോയതാണ് 10 പോയിൻ്റാണ് നിഫ്റ്റിയിൽ കൊടുക്കുന്നത്. 10 പോയിൻ്റ് ചിലർക്ക് പോയിട്ടുണ്ട്. ബേസിക്കലി അത് പോകേണ്ട ആവശ്യമില്ല. എനിക്ക് SL ഹിറ്റ് എന്ന് പറഞ്ഞേണ്ട ആവശ്യമില്ല ഈ പെയ്ഡ് ഗ്രൂപ്പിൽ, ഫ്രീ ഗ്രൂപ്പിൽ. നല്ലൊരു എൻട്രി ആയിരുന്നു അത്. പക്ഷെ ചിലർക്ക് SL പോയതുകൊണ്ട് പിന്നെ ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്തില്ല എന്ന് മാത്രം. ഞാൻ വെറുതെ പ്രോഫിറ്റ് അടിച്ചൊന്നും ഇട്ടിട്ട് കാര്യമില്ലല്ലോ. ചിലർക്ക് അത് SL പോയിണ്ടാകും, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കത് നോക്കാം. 23,350 PE. അപ്പോൾ ഇതാണ് നമുക്ക് SL വന്ന ട്രേഡ്. നമുക്ക് ഡേറ്റ് നോക്കാം. 21-ാം തീയതിയാണ്. ഇനി ബയേഴ്സ് ക്ലോസ് ചെയ്യണം. ബയേഴ്സ് ഇവിടെ ക്ലോസ് ചെയ്തു, സെല്ലേഴ്സ് ഇവിടെ റിജക്റ്റ് ചെയ്തു. അതായത് നമ്മുടെ ലെവലിൽ നിന്ന് റിജക്ഷൻ തന്നു, പിന്നെ എൻട്രി എടുക്കുക എന്നുള്ള സെറ്റപ്പാണ്. ഈ എൻട്രി എടുക്കുന്ന നേരത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു സെല്ലേഴ്സ് റേഷൻ ഇവിടെ വന്നു. ഇവിടെ വന്ന ശേഷം നിങ്ങൾക്ക് ഇവിടെ സെല്ലേഴ്സ് റേഷൻ വന്ന ശേഷം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരിക്കലും ഈ ലിമിറ്റ് ഓർഡർ എടുക്കാൻ പറ്റില്ല. അതാണ് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കേസ്. ഈ ലിമിറ്റ് ഓർഡർ ആർക്കും എക്സിക്യൂട്ട് ആവില്ല. ഈ നേരിട്ട് അടിയിലേക്ക് വരുന്ന ഒരു ക്യാൻഡിലാണിത്. നേരിട്ട് ഒരു ഗ്യാപ്പ് ഡൗൺ ഇട്ട് അടിയിലേക്ക് വരുന്ന ഒരു ക്യാൻഡിലാണ്. ഈ ക്യാൻഡിലിൻ്റെ ഇവിടെ തന്നെ ചാടി കയറി എടുക്കുന്ന ഒരു നിർബന്ധമില്ല. ഇതൊരു ഡിസ്കൗണ്ട് ഏരിയ ആണ്. ഏറ്റവും അടിയിൽ നിന്ന് തന്നെ കിട്ടുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് ഇരിക്കാം. SL പോവാനും പോവാതിരിക്കാനും വകുപ്പുള്ളൊരു ഏരിയ ആണ് കേട്ടോ അത്. 50-50 ചാൻസ് എന്നല്ല, നിങ്ങൾക്ക് ഏറ്റവും ഡിമാൻഡിൽ കിട്ടുന്ന ഒരു ഏരിയ ആണ് അത്. ചിലർക്ക് SL പോയിട്ടുണ്ട്, പിന്നെ ഞാൻ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ് പിന്നെ ഒന്നും മിണ്ടാത്തത്. ബേസിക്കലി അത് SL പോകേണ്ട ആവശ്യമില്ല, അതാണ് ഞാൻ പറയണത്. ഇത് പിന്നെ നിങ്ങൾക്ക് കാണാം. എൻ്റെ റണ്ണിങ് നിങ്ങൾ നോക്കുക, എങ്ങനെയാണ് എൻ്റെ റണ്ണിങ് വന്നേക്കണേന്ന്. നിങ്ങളുടെ SL അങ്ങനെ ഒരു SL പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രൈസൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. ഒരു 148-150 പോയിന്റ്. അപ്പോൾ ഇത്രയും മൂവ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമുക്ക് മാർക്കറ്റ് തന്നൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ആലോചിക്കുക ഫസ്റ്റ്. മാർക്കറ്റ് എവിടെയാണ് ഓപ്പർച്യൂണിറ്റി തന്നത്? അതൊരു ഗ്യാപ്പ് ഡൗൺ ഇട്ടിട്ട് നിങ്ങളെ പറ്റിച്ചു, നിങ്ങളവിടെ ട്രാപ്പിലാക്കി. അത് പക്ഷേ നമ്മുടെ കണ്ടീഷൻ നിങ്ങൾ ആലോചിക്കുക. ആ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലേഴ്സ് ക്യാൻഡിൽ ലോസ് മേടിക്കുക എന്നാണ്. നമുക്കത് ഏറ്റവും ഡിമാൻഡ് പ്രൈസിൽ അവിടെ അടിയിൽ കിട്ടി. അങ്ങനെ ചിന്തിക്കുക കേട്ടോ. ഏറ്റവും ഡിമാൻഡ് പ്രൈസ് നമുക്ക് അടിയിൽ നിന്ന് കിട്ടി, എന്നിട്ടാണ് ഈ പ്രോഫിറ്റിക്ക് പോയത്. പറഞ്ഞിട്ട് കാര്യമില്ല. അത് എടുത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അതായത് ഈ ഒറ്റ ട്രേഡിൽ പ്രോഫിറ്റ് വന്നവരുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ. നല്ലൊരു എൻട്രി ആയിരുന്നു. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ചിലവർക്ക് SL വന്ന കാരണം പിന്നെ ഞാൻ SL ഒന്ന് ഇട്ടുന്നുള്ളൂ അവിടെ. ബേസിക്കലി അതൊന്നും SL വരില്ല. അതാണ് ചിന്തിക്കാനുള്ള ഒരു കാര്യം. നിങ്ങൾക്ക് ഈ ഒരു ക്യാൻഡിൽ, ഈ ഒരു റെഡ് ക്യാൻഡിൽ വന്നു, ഇതിപ്പോൾ ഇത്രയും ചാടി അടിയിലേക്ക് റെഡ് ക്യാൻഡിലൂടെ വന്നു. പിന്നെ ഈ അടുത്ത റെഡ് ക്യാൻഡിൽ അടിയിലേക്ക് എത്ര നേരത്തും മേടിക്കാം. റെഡ് ക്യാൻഡിൽ തന്നെയല്ല, പിന്നെ ഈ ഗ്രീൻ ക്യാൻഡിൽ കാണുന്ന നേരത്ത് നിങ്ങൾക്ക് മേടിക്കാം. ഇത് ഓട്ടോമാറ്റിക്കലി ഇതിപ്പോൾ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഡൗൺ ഇട്ട് അടിയിലേക്ക് ചാടി, പിന്നെ ഒരു ഗ്രീൻ ക്യാൻഡിൽ കാണുന്ന നേരത്ത് നമുക്ക് മേടിച്ചാൽ മതി. ഇതൊരു സിമ്പിൾ മെത്തേഡാണ്. നിങ്ങൾ മനസ്സിലിത് കാൽക്കുലേറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ പ്രൈസിൻ്റെ അവിടെ എനിക്ക് ഭയങ്കര ഡിമാൻഡിൽ കിട്ടണം നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുക. മനസ്സിലായില്ലേ? ഞാനൊരു പ്രൈസ് തന്നു, അതിൻ്റെ അടിയിലേക്ക് വരുന്നത് നിങ്ങൾക്ക് ഡിമാൻഡാണ്. അത് നിങ്ങൾ ആലോചിക്കുക. ചിലത് നിങ്ങൾ ഫസ്റ്റ് മോളിൽ നിന്ന് എടുത്ത് ചാടി കയറി പോയി മേടിക്കണ്ടല്ലോ, എന്നിട്ട് SL അടിക്കണ്ടല്ലേ. അതും ഞാൻ പറയണം SL അടിച്ചോന്ന്, ഇതും ഞാൻ പറയണം SL അടിച്ചോന്ന്. എന്ത് ചെയ്യാനാ, ഒന്നും പണ്ട് കാര്യമില്ല. മോളിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾ ഈ സെല്ലേഴ്സ് ഇത്തിരി മുകളിൽ കിട്ടി, അപ്പോൾ ഇവിടുന്ന് പോയിട്ട് എടുക്കും ഈ ലൈനിൽ നിന്ന്. അപ്പോൾ ഇവിടുന്ന് പോയിട്ട് SL അടിക്കും, അത് SL ആയി. ഇപ്പോൾ ഇവിടുന്ന് എടുത്ത ഇത് പോയി, ഇത് SL ആയി. നിങ്ങളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിന് തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മൾക്കിവിടെ സെല്ലേഴ്സ് കിട്ടി, ഇത് ഒരു ഗ്യാപ്പ് ഡൗൺ ഇട്ട് ഒരു ക്യാനിൽ അടിയിലേക്ക് പോയി, അപ്പോൾ നമുക്ക് ഹൈ ഡിമാൻഡാണ്. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാം. മനസ്സിലായി? ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു പച്ച ക്യാനിൽ കാണുമ്പോൾ മേടിക്കാം, അല്ലെങ്കിൽ അടുത്തൊരു ക്യാനിൽ എന്താ ഉണ്ടാവണേ. മനസ്സിലായില്ലേ? ഈ ഒരു ക്യാനിൽ വന്നു റെഡ് ക്യാനിൽ, പിന്നത്തെ ഒരു ക്യാനിൽ എന്താ ഉണ്ടാവണേ അത് ആലോചിച്ചിട്ട് നിങ്ങൾക്ക് മേടിക്കാം, അല്ലെങ്കിൽ ഈ ഗ്രീൻ ക്യാനിൽ കാണുമ്പോൾ മേടിക്കാം. ഈ ഗ്യാപ്പ് ഡൗൺ ഉണ്ടാവുന്ന സിനാരിയോയിലാണ് ഞാൻ ഈ കാര്യം പറയണത്. അപ്പം അങ്ങനെയൊക്കെ ചിന്തിച്ച് മേടിച്ചാൽ തന്നെ ഇത് നിങ്ങൾക്ക് അവിടെ ആ ഒരു ചിന്തയുടെ ആവശ്യമുള്ളൂ. അവിടെയൊക്കെ നിങ്ങൾക്ക് കണ്ടില്ലേ ഇത്രയും പോയിന്റിൻ്റെ മൂവ്മെൻറ്റ് അതിൽ വന്ന് 150 പോയിന്റിൻ്റെ മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒറ്റ ട്രേഡ് മതി എന്ന ട്രേഡ് നിർത്താൻ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവിടെ പോയി. ഈ 162 വേറെ ലെവലാട്ടോ. ഈ സെല്ലേഴ്സ് റേഷ്യോ നിങ്ങൾ നോക്കണ്ട, ഇതൊന്നല്ല, ഇവിടുത്തെ ലെവൽ വേറെയാണ്.
ഇത് പിന്നെ പെയ്ഡ് ഗ്രൂപ്പിലത്തെ എന്തോ ലെവൽസൊക്കെയാണ് ഇതൊക്കെ. അപ്പോൾ അങ്ങനെയാണ് SL വന്നത്. പിന്നെ നമുക്ക് ആക്ടിവേറ്റ് ആയിക്കണത് 49,400 B പഴയ സ്ട്രൈക്ക് നേരത്തെ ഞാൻ കാണിച്ചില്ലേ ബാങ്ക് നിഫ്റ്റിയുടെ രണ്ടാമത്തെ 100 പോയിൻറ്റ്സ്. അത് ഇതാണ് പ്രൈസ് 780.90. 10 മണിക്ക് കൊടുത്താണ്. ഇത് നമുക്കും 1:5 തന്നെയാണ്. എൻ്റെ മുകളിലേക്കും പോയിട്ടുണ്ട്. 1:5 ഞാൻ മിനിമം പറയണത് 100 പോയിൻറ്റ്. അപ്പോൾ ഇത്രയും ട്രേഡുകളാണ് നമുക്ക് ഫ്രീ ഗ്രൂപ്പ് ഉണ്ടായിരുന്നത്. 3 ട്രേഡിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റി 2 ടാർഗറ്റ് 200 ആണ്. പിന്നെ ഒരു നിഫ്റ്റിയുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ നിങ്ങളും കണ്ടറിഞ്ഞിട്ടൊക്കെ ട്രേഡ് ചെയ്യുക. എനിക്കത് 150 പോയിന്റ് വേണമെങ്കിൽ ഇതിലിടാം, മനസ്സിലായില്ലേ. പക്ഷേ എന്ന് വെച്ചാൽ കാര്യമില്ല, അങ്ങനെ ചെയ്യണതിൽ അർത്ഥമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ചിലവർക്ക് SL വന്നിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് കണ്ടുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ഇടാണ്ടിരുന്നത്. അപ്പോൾ അവർക്കും ഒരു ബാഡായിട്ട് തോന്നില്ല. അതുകൊണ്ടാണ് ബേസിക്കലി നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് പെരുമാറുക അവിടെയൊക്കെ, മനസ്സിലായില്ലേ. അവിടെ ട്രേഡ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കും. ഇതാണ് നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പ്. പെയ്ഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ടാണ് ഒരു 10:30 തൊട്ടിട്ടാണ് പെയ്ഡ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ആയിരിക്കുന്നത്. ഞാൻ ഇതിൽ കുറച്ച് കൊടുത്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ കുറേ എടുക്കാത്തവരുണ്ട്. പിന്നെ നമുക്കിന്ന് ഡയറക്റ്റ് SL ഒരെണ്ണം വന്നേക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിലാണ്. അതായത് ഒരു 20 പോയിന്റ് പോലും കിട്ടാണ്ട് ഡയറക്റ്റ് SL വന്നത് ഒരു ബാങ്ക് നിഫ്റ്റിയിൽ മാത്രമാണ്. ഇന്നൊരു SL എന്ന് പറയാനുള്ളത് അതാണ്. അത് കൺഫേം SL തന്നെയാണ്, അതിന് വർത്താനൊന്നുമില്ല. പിന്നെയും ബാങ്ക് നിഫ്റ്റിയിൽ 70-100 പോയിന്റ് കിട്ടിയ ട്രേഡുകളുണ്ട് ഇന്ന്. പിന്നെ ബേസിക്കലി എല്ലാവരും ബാങ്ക് നിഫ്റ്റി ചെയ്യണില്ല. ബാങ്ക് നിഫ്റ്റി ചെയ്യാണ്ടിരിക്കുന്നവർക്ക് പേടിയായതുകൊണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യങ്ങളില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ കൊടുക്കുന്നത് 30 പോയിന്റ് അല്ലെങ്കിൽ 20 പോയിന്റ് SL ആണ്. നിങ്ങൾക്ക് ഇത്ര രൂപയാണ് നഷ്ടം. അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പേടിയുടെ ആവശ്യങ്ങൾ വരില്ല, മനസ്സിലായില്ലേ. അപ്പോൾ നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയിലേക്കും വരിക. അത് നിഫ്റ്റി മാത്രം നോക്കിയതുകൊണ്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടും. നിഫ്റ്റിയിൽ നല്ല പ്രോഫിറ്റ് കിട്ടും, ബാങ്ക് നിഫ്റ്റിയിലും പ്രോഫിറ്റ് കിട്ടും. നമുക്ക് എവിടെയെങ്കിലൊക്കെ ഒന്ന് റിക്കവർ ആക്കണ്ടേ. എന്തെങ്കിലും ലോസൊക്കെ എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ, എവിടെയെങ്കിലും നല്ല ലോസൊക്കെ ഉണ്ടെങ്കിൽ ആ റിക്കവർ ആക്കണമെങ്കിൽ നിങ്ങൾ ബാങ്ക് നിഫ്റ്റിക്ക് വരണം. എന്നാൽ ഇത്തിരി നല്ലൊരു ഹൈ ചാൻസ് ഉണ്ട്, മൊമെൻറ്റം കിട്ടും അവിടെ. നിഫ്റ്റിയിലും കിട്ടും, ഇല്ലാതെ ഞാൻ പറയണില്ല. നിഫ്റ്റി ഒരു ട്രേഡറിൻ്റെ ഒരു മെൻറ്റാലിറ്റിയാണ് അത് എവിടെ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങളതങ്ങനെ ക്ലിയർ ആയിട്ട് ചെയ്യുക. ഞാൻ എന്തായാലും പേടിൻ്റെ കാര്യങ്ങൾ എടുത്തെടുത്ത് കാണിക്കണമെന്നില്ല. ഇതൊക്കെയാണ് പേടിലുണ്ടായിരിക്കണത്. കുറേ ട്രേഡ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ പറയാൻ ഇഷ്ടംപോലെ പറയേണ്ടി വരുന്നിട്ട്, അതുകൊണ്ടാണ്. നമുക്ക് പക്ഷേ ഡയറക്റ്റ് SL ഒരെണ്ണം വന്നിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയാണ് ഡയറക്റ്റ് SL വന്നാണ്. ബാക്കിയൊക്കെയും അത്യാവശ്യം പോയിൻറ്റ്സ് ഉണ്ട്. ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് പറഞ്ഞ കാര്യമില്ലേ, അതായത് ഒരു ചലഞ്ച്. ഞാനതിന് ചലഞ്ച് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ചലഞ്ച് ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് ഏത് സ്ട്രൈക്ക് കൊണ്ടുവരാം. അതായത് ബാങ്ക് നിഫ്റ്റി, നിഫ്റ്റിയിലത്തെ ഈ 2 സെഗ്മെൻറ്റിലും പെട്ടാൽ നിങ്ങൾക്ക് ഏത് സ്ട്രൈക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാം. ഇന്നിപ്പോൾ വ്യാഴാഴ്ചയാണ്, അതിന് ദിവസം പ്രശ്നമല്ല, അതങ്ങനെ കൊണ്ടുവരാം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രൈക്കുകളിൽ ഞാൻ തരുന്ന പ്രൈസുകളിൽ ട്രേഡ് ചെയ്യാം. അതൊരു വന്നൊരു സംഭവമായിട്ടാണ് ഞാൻ കണക്കാക്കണത്, മനസ്സിലായാലേ. ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഞാൻ കൊണ്ടുവരുന്നത് അത്യാവശ്യം മൊമെൻ്റുള്ള മാർക്കറ്റിലൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ളൊരു ടൈമും ഇങ്ങോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ട്രേഡിങ്ങിൽ. അതായത് ആ ചലഞ്ചിങ്ങിനുള്ള ഒരു ടൈം ഫ്രീ ഗ്രൂപ്പിലും പെയ്ഡ് ഗ്രൂപ്പിലും നമുക്ക് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസുകൾ ഞാൻ എന്തായാലും വരും ദിവസങ്ങളിൽ ഫ്രീ ഗ്രൂപ്പിലും പെയ്ഡ് ഗ്രൂപ്പിലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ പെയ്ഡ് ഗ്രൂപ്പിൽ കയറാൻ ആഗ്രഹമുള്ളവർക്ക് ഇതൊക്കെ ഭയങ്കര ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. അതായത് എൻ്റെ സ്ട്രൈക്ക് മാത്രം നോക്കിയിരിക്കേണ്ട, നിങ്ങൾക്കും സ്ട്രൈക്ക് എടുക്കാം, ഞാൻ പ്രൈസ് തരും, നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. അങ്ങനത്തെ ലെവലിലൊക്കെ നിങ്ങൾ വരണം. അപ്പോൾ പെയ്ഡ് ഗ്രൂപ്പിലേക്ക് വന്നാലും നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും അവിടെ വരില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ട്രേഡുകൾ അവിടെ നിങ്ങൾക്ക് സെപ്പറേറ്റ് കിട്ടും, മനസ്സിലായില്ലേ. അങ്ങനത്തെ ഒരു ആലോചനയുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ പെയ്ഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നമുക്ക് പെയ്ഡ് ഗ്രൂപ്പിൽ ഇത് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഫ്രീ ഗ്രൂപ്പിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് വെക്കും, മനസ്സിലായില്ലേ. ഫ്രീ ഗ്രൂപ്പിനൊരു ടൈം ലിമിറ്റ് ഉണ്ടായിരിക്കും, പെയ്ഡ് ഗ്രൂപ്പിന് അങ്ങനത്തെ ടൈം ലിമിറ്റ് ഒന്നും ഉണ്ടാവില്ല. പെയ്ഡ് ഗ്രൂപ്പിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് എനിക്ക് DM ചെയ്യാം, ഞാൻ സ്ട്രൈക്കിൽ വില പറഞ്ഞു തരുന്നതായിരിക്കും. ഫ്രീ ഗ്രൂപ്പിന് നമ്മൾ ടൈം ഇടും, അത്രേ ഉള്ളൂ കേസ്. ഒന്ന് പിടിക്കും ഫ്രീ ഗ്രൂപ്പിന് അത്രേ ഉള്ളൂ. പക്ഷേ ഫ്രീ ഗ്രൂപ്പിലും അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ ട്രേഡിങ്. എല്ലാവരും നന്നായിട്ട് ട്രേഡിങ് പഠിക്കുക. നമുക്ക് പഠിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ ട്രേഡിങ്. ഈസിയാണ്, നമുക്ക് പഠിച്ചാൽ ഈസിയാണ് എല്ലാ കാര്യങ്ങളും. നമ്മൾ ചെയ്യുന്നത് സ്ട്രൈക്കിലാണ്. നിങ്ങൾ സ്ട്രൈക്കിൽ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ടെൻഷൻ വരില്ല. ഞാൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് സ്ട്രൈക്കിൽ ചെയ്യുമ്പോൾ ഒരു ടെൻഷൻ വരില്ല. സ്ട്രൈക്കിലാണ് നമ്മൾ ഈ പ്രൈസുകളും റെസിസ്റ്റൻസും സപ്പോർട്ടൊക്കെയും നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഹിഡൻ ആയിട്ടുള്ള കുറച്ച് സപ്പോർട്ടും റെസിസ്റ്റൻസും ഉണ്ട് സ്ട്രൈക്കിൽ. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ടെൻഷനില്ല. എന്താണെന്ന് വെച്ചാൽ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് നമ്മൾ കൊടുക്കണുള്ളൂ, അൺലിമിറ്റഡ് ആയിട്ടുള്ള പ്രോഫിറ്റാണ് നമ്മൾ മേക്ക് ചെയ്യണത്. ഇനി ഞാൻ സ്പെഷ്യലായിട്ട് കൊണ്ടുവന്ന ഒരു ചലഞ്ചാണ്. ആ ചലഞ്ച് കൊണ്ടുവന്നപ്പോൾ തന്നെ കുറച്ച് ആൾക്കാർ മെമ്പേഴ്സ് വന്നിട്ടുണ്ട്.
അപ്പോൾ അവർക്കൊക്കെ ഇന്ന് ട്രേഡ് കൊടുത്തിട്ടുമുണ്ട്. ഈ ട്രേഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കിട്ടിയ മൊമെൻറ്റം 100 പോയിന്റ് മൊമെൻറ്റം കിട്ടി. അന്ന് വോളാറ്റിലായ കാരണമാണ് 100 പോയിന്റ് മൊമെൻറ്റം കിട്ടിയത്. കറക്റ്റ് ബയേഴ്സ് ലോസ് ചെയ്ത് സെല്ലേഴ്സ് റിജക്ട് ചെയ്ത് പിന്നെ ഒരു പറക്കലായിരുന്നു മോളിക്ക് 100 പോയിന്റ് മൊമെൻറ്റം കിട്ടിയിട്ടുണ്ട്. പക്ഷെ മിനിമം 50 പോയിന്റ് ഞാൻ പറയാം. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ അങ്ങനത്തെ ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കുക. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രോഫിറ്റുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അതാണ് ഞാൻ പറയുന്നത്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രോഫിറ്റുകൾ നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ പുതിയൊരു ചലഞ്ച് ഞാൻ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് പെയ്ഡ് ഗ്രൂപ്പിലാണ്. ഫ്രീ ഗ്രൂപ്പിലും ഉണ്ട്, പക്ഷെ പെയ്ഡ് ഗ്രൂപ്പിലാണ് ഫുള്ളായിട്ട് ഉണ്ടാവും. അതായത് രാവിലെ തൊട്ടേ ഉണ്ടാവും. ചലഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. എല്ലാ ദിവസവും നമ്മൾ ചെയ്യും. എല്ലാവർക്കും യൂണീക്കായിട്ടുള്ള സ്ട്രൈക്കുകൾ കൊണ്ടുവരാം. അതിൽ ഞാൻ പ്രൈസുകൾ പറഞ്ഞുതരും. അവർക്ക് യൂണീക്കായിട്ട് ട്രേഡ് ചെയ്യാം. മനസ്സിലായാലും നിങ്ങളൊരു സ്ട്രൈക്ക് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് 2 മിനിറ്റിനുള്ളിൽ ഞാൻ അതിൻ്റെ വില പറഞ്ഞു തരും. നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റും. മനസ്സിലായാലും പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രേഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഈ മെസ്സേജ് അല്ലാട്ടോ ഉദ്ദേശിക്കുന്നത്. വേറെ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ചോദിക്കണ മെസ്സേജസ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്ത് മെസ്സേജാണ് പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ലിമിറ്റ് ഓർഡർ എങ്ങനെ സെറ്റ് ചെയ്യും, ട്രേഡിങ്ങിന് ബിഗിനറാണ്, അതൊന്ന് ഹെൽപ്പ് ചെയ്യുമോ. അപ്പോൾ ഇങ്ങനത്തെ ഓരോ മെസ്സേജുകളൊന്നും ഒഴിവാക്കുക. ട്രേഡിങ് ടൈമിൽ നിങ്ങളൊരു 2 മണിക്ക് ശേഷം എന്നോട് ചോദിക്കാൻ ഞാൻ ഫ്രീ ആണ്, ഞാൻ പറഞ്ഞുതരും. ട്രേഡിങ് ടൈമിൽ നിങ്ങൾക്ക് ചോദിക്കാം ഡൗട്ടുകൾ. അങ്ങനത്തെ ഡൗട്ടുകൾ ചോദിക്കേണ്ടത് നമ്മുടെ സ്ട്രാറ്റജി ഞാൻ ഡെവലപ്പ് ചെയ്ത് ഇവിടെ ഇട്ടിട്ടുണ്ട്. വീഡിയോസിൽ ഇഷ്ടംപോലെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് അതിന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ട്രേഡ് എടുക്കാനായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അതും എന്തെങ്കിലും ഡൗട്ടുകൾ, ബയേഴ്സ് ക്യാൻഡിൽ ക്ലോസിങ്, സെല്ലേഴ്സ് ക്യാൻഡിൽ ക്ലോസിങ്, ഡിമാൻഡ് പ്രൈസ്, ലിമിറ്റ് പ്രൈസ്, ഇതിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്നോട് ചോദിക്കുക. അത് ഞാൻ അപ്പം തന്നെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. മനസ്സിലായില്ലേ. അല്ലാത്ത ഡൗട്ടുകൾ, അതായത് സിലബസിൽ ഇല്ലാത്ത ഡൗട്ടുകൾ അത് കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വേറെ ടൈമാണ്. ഒരു 2 മണിക്ക് ശേഷം അത് ചോദിക്കുക. മനസ്സിലായില്ലേ. ഇപ്പം നമ്മുടെ ചലഞ്ചിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നോ, പ്രശ്നമില്ല. സ്ട്രൈക്കുകളല്ലേ, അത് നമ്മൾ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ചലഞ്ചാണ്. അപ്പോൾ നിങ്ങൾക്കത് ഡെയിലി ചോദിക്കാം. പെയ്ഡ് ഗ്രൂപ്പിലാണ് പറയുന്നത് കേട്ടോ. പെയ്ഡ് ഗ്രൂപ്പിൽ ഡെയിലി ചോദിക്കാം. ഫ്രീ ഗ്രൂപ്പിൽ ഒരു ടൈമുണ്ട്. ആ ടൈമിന് ഞാൻ ഇടും. ആ ടൈമിലാണ് നിങ്ങൾ ചോദിക്കാൻ പറ്റുള്ളൂ. അതായത് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യണ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ഗ്രൂപ്പിനും പെയ്ഡ് ഗ്രൂപ്പിനും കണ്ടിന്യൂസ്ലി ലൈവാക്കി വെക്കാനാണ്. മനസ്സിലായാലേ. ചിലവർക്ക് ഫ്രീ ഗ്രൂപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിഷമമായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഫ്രീ ഗ്രൂപ്പ് കഴിഞ്ഞല്ലോ, ഇനി വേറെ ഗ്രൂപ്പിലേക്ക് പോകാം, അവിടെ നിന്ന് ട്രേഡ് എടുക്കുക, അങ്ങനത്തെ മെൻറ്റാലിറ്റിയുള്ള ആൾക്കാരുണ്ടാവും. അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം കൊണ്ടുവന്നത്. നിങ്ങൾക്കും ചോദിക്കാം. ഒരു ടൈമുണ്ട്. ആ ടൈമിൽ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ഗ്രൂപ്പിൽ അതൊക്കെ കിട്ടും. സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് പെയ്ഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ അത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക, ലൈക്ക് ചെയ്യുക മാക്സിമം. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അതിലാണ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻസൊക്കെ അതിലിടും. പിന്നെ അത്യാവശ്യം കുറച്ച് കണ്ടൻസൊക്കെ അതിലിടും. മാക്സിമം നിങ്ങൾക്കൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. പിന്നെ അപ്സ്റ്റോക്കിലും ഡയറക്റ്റ് എക്സ്ചേഞ്ച് ഇന്ത്യയിൽ നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. ഇന്ന് അടിപൊളി ദിവസം തന്നെയായിരുന്നു, പക്ഷെ ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. അതാണ് ഇന്നത്തെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നത്. ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു, വോളാറ്റിലായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു പ്രശ്നം. പക്ഷേ അത് അടിപൊളി ദിവസം തന്നെയായിരുന്നു. എന്ത് ലോസ് വന്നാലും റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ദിവസം തന്നെയായിരുന്നു ഇന്നത്തെ. ഇനി റിക്കവർ ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ, ലോസിൽ നിൽക്കുന്നവരുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് നാളെയുണ്ട്, ഈ മാസം ഫുള്ളും ഉണ്ട്. ഓക്കെ, ടെൻഷൻ വേണ്ട. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ.